Hi friends, welcome to Jisha's Flavors. ഇന്ന് സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചത്. നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം ഓവറായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വേവണം. തേങ്ങ വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടയില്ലാതെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൈരൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ പച്ചടി, സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.